നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. കാഡിസിന് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് റയൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയ ബ്രാഹിം ഡയസ് ആണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. അതേസമയം ബെല്ലിംഗ്ഹാം അതുപോലെ തന്നെ ഹൊസൈലു എന്നിവരാണ് റയലിന്റെ ശേഷിച്ച ഗോളുകൾ നേടിയത്. അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ജിറോണ FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിരുന്നു. 2-4 ഗോളുകൾക്കായിരുന്നു ജിറോണ വിജയം നേടിയിരുന്നത്. ഇതോടുകൂടി റയൽ മാഡ്രിഡ് ലാലിഗ കിരീടം സ്വന്തമാക്കി. ജിറോണ 2ാം സ്ഥാനത്തെത്തിക്കൊണ്ട് ഇപ്പോൾ UCL പ്രവേശനം ഉറപ്പാക്കിയിട്ടുണ്ട്. ബാഴ്സലോണ 3ാം സ്ഥാനത്തും അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ 4ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഇനി കേവലം കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ലാലിഗയിൽ അവശേഷിക്കുന്നത്. ഏതായാലും നിലവിലെ പിച്ചിച്ചി ട്രോഫിയുടെ നില നമുക്കൊന്ന് പരിശോധിക്കാം. ലാലിഗയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിന് സമ്മാനിക്കുന്ന പുരസ്കാരമാണ് പിച്ചിച്ചി ട്രോഫി. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒക്കെ ഇത് മുൻപ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 1ാം സ്ഥാനത്തുള്ളത് ജിറോണയുടെ താരമായ ആർട്ടം ഡോബിക്കാണ്. അദ്ദേഹം 20 ഗോളുകളാണ് ലാലിഗയിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു ജൂഡ് ബെല്ലിംഗ്ഹാം. റയലിന് വേണ്ടി 18 ലീഗ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 3ാം സ്ഥാനത്ത് വരുന്നത് വിയ്യാറയലിന്റെ താരമായ അലക്സാണ്ടർ സോർലോത്ത് ആണ്. അദ്ദേഹം 17 ഗോളുകളാണ് തന്റെ ക്ലബിന് വേണ്ടി ലീഗിൽ നേടിയിട്ടുള്ളത്. റോബർട്ട് ലെവൻഡോസ്കി 4ാം സ്ഥാനത്തുണ്ട്. 17 ഗോളുകൾ തന്നെ അദ്ദേഹവും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി 5ാം സ്ഥാനത്ത് വരുന്നത് ആൻഡെ ബുഡിമർ ആണ്. ഒസാസുനക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 16 ലീഗ് ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് വരുന്നത് ബോർഹ മയോറോൾ ആണ്. ഗെറ്റാഫയ്ക്ക് വേണ്ടി 15 ഗോളുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ 7ാം സ്ഥാനത്ത് വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്പാനിഷ് സൂപ്പർ താരമായ ആൽവരോ മൊറാറ്റയാണ്. 14 ഗോളുകൾ അദ്ദേഹം ഈ സീസണിൽ ലീഗിൽ മാത്രമായി കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് വരുന്നത് അത്ലറ്റിക് ബിൽബായുടെ ഗോർക്ക ഗുറുസാറ്റയാണ്. 14 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 9ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ ആന്റോയിൻ ഗ്രീസ്മാൻ വരുന്നു. 13 ലീഗ് ഗോളുകൾ. 10ാം സ്ഥാനത്ത് വരുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. റയൽ മാഡ്രിഡിന്റെ താരമാണ് അദ്ദേഹം. 13 ഗോളുകളാണ് ലാലിഗയിൽ നേടിയിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ പിച്ചിച്ചി ട്രോഫിയിലെ ഒരു കണക്ക് വരുന്നത്. ഏതായാലും ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ആ ഒരു ടോപ്പ് സ്കോറർ പുരസ്കാരത്തിനായിക്കൊണ്ട് ലാലിഗയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.